ഒരു തനി നാടൻ അവിയൽ ഉണ്ടാക്കിയാലോ? മൺചട്ടിയിലാണിന്ന് അവിയൽ തയ്യാറാക്കുന്നത്. കായും ചേനയും ക്യാരറ്റും കിഴങ്ങും പടവലവും വെള്ളരിയും സവാളയും. സുലഭമായ ഏത് പച്ചക്കറിയും അവിയലിന് ഗുണം തന്നെയാണ്. കനം കുറച്ച് നീളത്തിലരിഞ്ഞ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് നിറയ്ക്കാം. കഷ്ണങ്ങൾ വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾക്ക് മീതെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മുളകുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വിതറി നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഇനി വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടിയുടെ മേലെ വാഴയില വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ വെന്ത് മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഓരോ നാട്ടിലും അവിയലിൻ്റെ പുളിരസം വ്യത്യസ്തമാണ്. താരതമ്യേന പുളിരസം കുറഞ്ഞ തക്കാളി കൊണ്ടുള്ള അവിയലാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അരമുറി നാളികേരം, 2-3 അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, അല്പം ജീരകം, 1-2 പച്ചമുളകും ചേർത്ത് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് ഒരുപാട് അരഞ്ഞു പോകണ്ട. നാളികേരക്കൂട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. കഷ്ണങ്ങൾക്ക് മീതെ അരപ്പ് വിതറി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധം തവിയുടെ ചുവട് ഭാഗം കൊണ്ട് യോജിപ്പിച്ചെടുത്തു. അരപ്പും കഷ്ണങ്ങളും തമ്മിൽ നന്നായി കുഴഞ്ഞു ചേർന്നിട്ടുണ്ട്. അവിയലിനു മീതെ കറിവേപ്പില വിതറിക്കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അവിയൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ അവിയൽ തയ്യാറായിട്ടുണ്ട്.